പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്യുന്ന VBG റാംജി ബില്ല് രാജ്യസഭയും പാസാക്കി. പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഈ ബില്ലെന്നാണ് മന്ത്രി പറഞ്ഞത്. കേന്ദ്ര സർക്കാർ ഈ ബില്ല് പിൻവലിക്കേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് കാരണത്താലാണ് ഇത് പിൻവലിക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറയുന്നത്? ബൽറാം, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SKN. ഈ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ഏറെ വിവാദമായ പ്രതിപക്ഷ പ്രതിഷേധം ഉയർത്തിയ ഒരു ബില്ലാണ് ഈ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്തുള്ള VBG റാംജി ബില്ല്. ആ ബില്ല് പാർലമെന്റിന്റെ ഇരു സഭകളും പാസാക്കിയിരിക്കുകയാണ്. അർദ്ധരാത്രി പിന്നിട്ട ചർച്ചകളാണ് രണ്ട് സഭകളിലും ഈ ബില്ലുമായി ബന്ധപ്പെട്ട് നടന്നത്. ഇന്നലെ 12:35 ഈ ബില്ലിലെ ചർച്ചകൾ പൂർത്തിയാക്കി ബില്ല് പാസാക്കി സഭ പിരിഞ്ഞത്. ഈ ബില്ലിലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഏതാണ്ട് 37 മിനിറ്റാണ് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിച്ചത്. അദ്ദേഹം പ്രധാനമായി ഉയർത്തി കാണിച്ചതും താരതമ്യം ചെയ്തതും കേന്ദ്ര സർക്കാർ നേരത്തെ കൊണ്ടുവന്ന 3 കാർഷിക നിയമങ്ങളോടാണ്. ഈ കാർഷിക നിയമങ്ങൾക്കെതിരെ വർഷം നീണ്ടുനിന്ന പ്രതിഷേധം നടക്കുകയും ഒടുവിൽ സർക്കാരിന് മുട്ടുമടക്കുകയും ബില്ലുകൾ പിൻവലിക്കേണ്ടി വരികയും ചെയ്തു. സമാനമായ പ്രതിഷേധം ഈ ഒരു ബില്ലിനെതിരെയും ഉണ്ടാകുമെന്നും രാജ്യത്തെ പാവപ്പെട്ട കർഷകരും തൊഴിലാളികളും അടങ്ങുന്ന വലിയൊരു ജനവിഭാഗത്തെ ഗുരുതരമായി ബാധിക്കുന്നതാണ് ഈ ബില്ല് എന്നും അതുകൊണ്ട് തന്നെ ബില്ലിനെതിരെ തെരുവിൽ ജനങ്ങൾ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. സർക്കാരിന് ഈ ബില്ല് പിൻവലിക്കേണ്ടി വരും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഗ്രാമങ്ങളെ ശക്തമാക്കുന്ന ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടിയും മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുമാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്നാണ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ സഭയിൽ നടത്തിയ മറുപടി പ്രസംഗത്തിൽ അറിയിച്ചത്. എന്തായാലും രണ്ട് സഭകളും ബില്ല് പാസാക്കിയതോടെ ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ആ ബില്ല് നിലവിൽ വരുന്ന സാഹചര്യം ഉണ്ടാകും. പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം ഇന്ന് ഡൽഹിയിലെ വായു മലിനീകരണം സംബന്ധിച്ചുള്ള ചർച്ചയായിരിക്കും ലോക്സഭയിൽ നടക്കുക. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇരു സഭകളിലും സ്വകാര്യ പ്രമേയങ്ങളും സ്വകാര്യ ബില്ലുകളും അവതരിപ്പിക്കാനുള്ള ദിവസം കൂടിയാണ് SKN. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.